ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മുടെ ഫസ്റ്റത്തെ ഇൻട്രോ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് 2 വീക്സ് ആവാറായി. നല്ല ഡിലേ ആയി എന്നറിയാം, പക്ഷെ മനഃപൂർവ്വമല്ല, ഓരോ സാഹചര്യങ്ങൾ കാരണം ഇങ്ങനെ ലാഗായി പോയതാണ്. നിങ്ങൾ കുറച്ചെങ്കിലും പേർക്ക് അറിയായിരിക്കും, ഇവിടെ UK പ്രൊട്ടസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇവിടെ നമ്മൾ സേഫ് ആണ് കേട്ടോ. ഇവിടെ വേറെ ഇഷ്യൂസ് ഒന്നും സോഫാർ ഉണ്ടായിട്ടില്ല. ഇനി ഭാവിയിൽ എന്താവും എന്നറിയില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു, പുതിയ സ്ഥലങ്ങളൊന്നും നിങ്ങളെ കാണിച്ചു തരുന്നില്ല എന്നുണ്ടെങ്കിൽ എന്റെ സംസാരം മാത്രം കേട്ടിരുന്ന നിങ്ങൾക്ക് ബോറടി ആവോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വേറെ വീഡിയോസ് ഒന്നും പോസ്റ്റ് ചെയ്യാതിരുന്നത്. പിന്നെ ഞാൻ ആലോചിച്ചപ്പോൾ തോന്നി, ഇത് ഫുള്ള് കഴിയാൻ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ ഭയങ്കര ഡിലേ ആയി പോകും. കാരണം ഇത് എപ്പോൾ കഴിയുന്നൊന്നും നമുക്ക് യാതൊരു പിടിയില്ല. അപ്പൊ ഇന്ന് ഞാൻ എന്താ ചെയ്യാൻ പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ബ്ലാക്ക്ബെറി ഷേക്ക് ഉണ്ടാക്കാൻ പോവാണ്. ഞാൻ ബ്ലാക്ക്ബെറി ഷേക്ക് ഇവിടെ വന്നിട്ട് ഇവിടെ അല്ല, UK വന്നിട്ട് ഒരുപാട് പ്രാവശ്യം കഴിച്ചിട്ടുണ്ട് കേട്ടോ. സമ്മറിൽ ഉണ്ടാവുന്ന ഒരു ഫ്രൂട്ടാണ്. ഇവിടെ ഇപ്പൊ സമ്മറാണ്. ഞാൻ ലാസ്റ്റ് ഇയർ ഈ സമ്മറിൽ ഞാൻ ലെസ്റ്ററിലായിരുന്നു. അപ്പൊ ഞാനും എന്റെ ഫ്രണ്ട് അഖിലും കൂടിയിട്ട് ബ്ലാക്ക്ബെറി ഷേക്ക് ഒക്കെ ഉണ്ടാക്കുന്ന വീഡിയോ ഞങ്ങൾ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്തിരുന്നു. അതിന് അത്യാവശ്യം നല്ല വ്യൂസും കമന്റ്സ് ഒക്കെ കിട്ടിയിരുന്നു. പക്ഷെ ഇവിടെ വന്നിട്ട് നമ്മൾ ഇതുവരെ ബ്ലാക്ക്ബെറി ഷേക്ക് കഴിച്ചിട്ടില്ല. കാരണം ഞാൻ ബ്ലാക്ക്ബെറി ഇതുവരെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഇവിടെ ഉണ്ടാവില്ല എന്നാണ് വിചാരിച്ചത്. ചില ഏരിയയിലല്ലേ ചില ഫ്രൂട്ടുകൾ ഉണ്ടാവുള്ളൂ, അങ്ങനെയാണ് ഞാൻ വിചാരിച്ചത്. അപ്പൊ ഇന്നലെ ഞാൻ എന്റെ കൊളീഗായിട്ട് സംസാരിച്ചപ്പോഴാണ് ആള് പറഞ്ഞത്, ഇവിടെ ഇഷ്ടം പോലെ ബ്ലാക്ക്ബെറി ഉണ്ട്, ആളുടെ വീട്ടിലേക്ക് പോകുന്ന വഴിയിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്, വേണമെങ്കിൽ വന്ന് പൊട്ടിച്ചോളാൻ പറഞ്ഞു. അപ്പൊ ഞാൻ വിചാരിച്ചു അതൊക്കെ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. അപ്പൊ ഇന്ന് നമ്മുടെ വീഡിയോ അതാണ്, ബ്ലാക്ക്ബെറി ഷേക്ക്. ഞാനിപ്പോ നിൽക്കുന്നത് ഒരു ചർച്ചിന്റെ സൈഡിലാണ്. ഈ ചർച്ച് നിങ്ങൾ എന്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിന്റെ സൈഡിലായിട്ടാണ് ഞാൻ താമസിക്കുന്ന എന്റെ വീട്. അപ്പൊ എനിക്കിവിടെ വന്ന സമയത്ത്, ഞാൻ ഇങ്ങോട്ട് റീലൊക്കേറ്റ് ആയിട്ട് 6 months ആയിട്ടുള്ളൂ കേട്ടോ. അപ്പൊ എനിക്കിവിടെ വന്ന സമയത്ത് ഈ ചർച്ചിന്റെ സൈഡിൽ കൂടെ പോകാനായിട്ട് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. അപ്പൊ വേറെ ഒന്നല്ല, വന്നത് വിന്ററിലായിരുന്നു, ജാനുവരി ടൈമിലാണ് വന്നത്. അപ്പൊ വിന്ററിലാണെന്നുണ്ടെങ്കിൽ ഡേയ്സ് കുറവായിരിക്കും. അതായത് ഒരു 7 മണി 8 മണി ആയാലും നല്ല ഡാർക്ക് ആയിരിക്കും. അപ്പോ ഡാർക്ക് ആവുമ്പോൾ ഇതിന്റെ സൈഡിൽ കൂടെ ഒക്കെ നടക്കാൻ ഇവിടെ കുറച്ചും കൂടി ഡാർക്ക് ആയിരിക്കുമല്ലോ, കാരണം 2 സൈഡിലും മരങ്ങളും കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ ഇപ്പൊ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ഇതാണ് കേട്ടോ. വേറെ ഒന്നല്ല, ഇവിടെ വന്ന് നല്ല കാറ്റാണ്, പിന്നെ നല്ല രസമല്ല, 2 സൈഡിലും മരങ്ങളും എല്ലാം. നമുക്ക് പോകേണ്ടത് അപ്പുറത്തെ സ്ട്രീറ്റിലോട്ടാണ്, അവിടെയാണ് ബ്ലാക്ക്ബെറി ഉള്ളത്. അപ്പൊ നമുക്ക് ഇതിലെ അങ്ങോട്ട് കിടക്കാം. എനിക്ക് ഇതിലേക്ക് നടക്കുമ്പോൾ ചിലപ്പോൾ നമ്മുടെ നാട് പോലെയൊക്കെ തോന്നാറുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇത് ഭയങ്കര ക്വയറ്റ് ആയിട്ടുള്ള പ്ലേസ് ആണ്. അത് ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ഇത് റെസിഡൻഷ്യൽ ഏരിയ ആയതുകൊണ്ടാണോ എന്ന് അറിയില്ല, ഷോപ്സും കാര്യങ്ങളൊക്കെ ഭയങ്കര കുറവല്ലേ. ഇതിലൂടെ ജസ്റ്റ് ഒരു കാറ് പോയാൽ തന്നെ നമുക്കത് പെട്ടെന്ന് നോട്ടീസ് ചെയ്യാനായിട്ട് പറ്റും. അത്രയും ക്വയറ്റ് ആണ് ഈ പ്ലേസ്. നോർമലി നമുക്ക് UK എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മൈൻഡിലേക്ക് പെട്ടെന്ന് വരുന്ന ഒരു റഷ് ആയിട്ടുള്ള ഒരു സിറ്റി ഒക്കെ അല്ലേ നമ്മുടെ മൈൻഡിലോട്ട് വരുന്നത്. ഇത് ചെറുതായിട്ട് ഇങ്ങനെ മുള്ള് പോലെ ഉണ്ട് കേട്ടോ. മുള്ളല്ല, നമ്മൾ ജസ്റ്റ് ഊതി കഴിഞ്ഞത് പൊക്കോളും. കുറച്ച് പുളിയുണ്ട്. അത് നല്ലോണം പഴുക്കാത്ത ബ്ലാക്ക്ബെറി കുറച്ച് പുളി ഉണ്ടാവും, പച്ച. ഇത് ഒരു നോർമൽ ഫുഡല്ല കേട്ടോ. നമുക്കറിയാം ബെറി ഫാമിലീസിലുള്ള എല്ലാം സൂപ്പർ ഫുഡ്സ് ആണ്. സ്ട്രോബെറി ആയാലും ബ്ലാക്ക്ബെറി ആയാലും റാസ്ബെറി ആയാലും ബ്ലൂബെറി ആയാലും, അതായത് ഇവർക്കൊക്കെ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. നോർമലി എല്ലാ ഫ്രൂട്ട്സും അങ്ങനെ തന്നെയാണ്. ബെറി ഫാമിലി ആകുമ്പോൾ കുറച്ച് കൂടുതലായിരിക്കും. അതായത് ബോത്ത് ഇന്റേണലിയും എക്സ്റ്റേണലിയും ഒരുപാട് ഹെൽത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഫ്രൂട്ട്സ് ആണ് ബെറി. ഇപ്പോൾ ബ്ലാക്ക്ബെറിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മുടെ കാർഡിയോവാസ്കുലർ ഫങ്ഷൻ അതുപോലെ ബ്രെയിൻ ഹെൽത്ത് ഒക്കെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. എക്സ്റ്റേണലി ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ സ്കിൻ ബ്രൈറ്റൻ ചെയ്യാനും അതുപോലെ സ്കിന്നൊക്കെ ഒരു നാച്ചുറൽ ഗ്ലോ കിട്ടാനും, പിന്നെ നമ്മൾ ഏജ് ആകുമ്പോൾ നമ്മുടെ ഫേസിൽ വരുന്ന വ്രിങ്കിൾസ് ഒക്കെ ഇല്ല, അതൊക്കെ മൊത്തത്തിൽ അങ്ങോട്ട് മാറ്റുന്നല്ല, ഒരു പരിധി വരെ ഇത് നന്നായിട്ട് റെഡ്യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ നമ്മുടെ ഹെയർ ഗ്രോത്ത് പ്രൊമോട്ട് ചെയ്യും. ബ്ലാക്ക്ബെറിനെ പിന്നെ നമ്മൾ ക്യാൻസർ ഫൈറ്റർ എന്നും കൂടി ഉള്ള പേരിലാണ് ബ്ലാക്ക്ബെറി അറിയപ്പെടുന്നത്. അങ്ങനെ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ് ഉള്ളൊരു ഫ്രൂട്ടാണ് ഇപ്പം എൻ്റെ കയ്യിലുള്ളത്. ഞാൻ ഇതോടുകൂടി നിർത്തുകയാണ്. ഓൾമോസ്റ്റ് നമ്മൾ കൊണ്ടുവന്ന ടിൻ നിറഞ്ഞിട്ടുണ്ട്.
The storms we chase are leading us, and love is all we'll ever trust. Yeah, no, I don't wanna waste what's left. And on we'll go, through the wastelands, through the highways, till my shadow turns to sun rays. And on we'll go. സംഭവം രസമുണ്ട് കേട്ടോ. അപ്പം ഞാൻ അത് ഫിനിഷ് ചെയ്യട്ടെ, അടുത്ത വീഡിയോ കാണാം.